കട്ട ലോക്കൽ എന്ന് പറയുന്ന പദത്തിന് ഒരു നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതാണ്, എനിക്കിത് ചെയ്യാൻ കഴിയും, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ലിജോ എന്നോട് ഇപ്പോൾ നമുക്ക് പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാം ഇത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ശരിയാവില്ല, അത് നമ്മൾ ഒരുപാട് റിസ്കുകൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആമേൻ എന്ന് പറയുന്ന സിനിമയിലെ സിനിമ തുടങ്ങുമ്പോൾ ഉള്ളൊരു സീക്വൻസ് അത് ശരിക്കും അങ്കമാലിയിൽ ഒരു 1994 നടന്നതാണ്. ഒരു കട്ട ലോക്കൽ പടം, ബേസിക്കലി ഇതാണ് അങ്കമാലി ഡയറീസ്. അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 1980s മുതൽ 2010 വരെ അങ്കമാലിയിൽ നടന്നിട്ടുള്ള പല പല റിയൽ ടൈം ഇൻസിഡൻസ് നമ്മളതെല്ലാം കോർത്തിറങ്ങിക്കൊണ്ട് ഒരു കഥയായിട്ട് എഴുതി അങ്കമാലിയുടെ കൾച്ചറും അവിടുത്തെ എസ്പെഷ്യലി ഫുഡ് കൾച്ചർ, അവിടുത്തെ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, എന്താ പറയുക, അവിടുത്തെ ആളുകളുടെ ഒരു ജീവിത രീതി, പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ്, പ്രാക്ടിക്കലായിട്ടാണോ അതോ നോൺ പ്രാക്ടിക്കലായിട്ടാണോ, അവരുടെ ഇമോഷൻ്റെ ലെവൽ എങ്ങനെയാണ്, ലൈക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് എന്താ പറയുക, നമ്മൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രതിപാദിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു കട്ട ലോക്കൽ പടം, ബേസിക്കലി ഇതാണ് അങ്കമാലി ഡയറീസ്. ഇതിൽ 3 ഹീറോയിൻസാണ്, ഹീറോയിൻ്റെ 3 കാലഘട്ടങ്ങളിൽ വരുന്ന 3 ഹീറോയിൻസ്. പിന്നെ എന്താ പറയുക, അതാണ് ബേസിക്കലി 3 ഹീറോയിൻസാണ്. പിന്നെ പള്ളിയങ്ങാടി ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം, അപ്പാനി രവി യുക്ലാംബ്രായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പോസിറ്റ് വില്ലൻ ഗ്യാങ്, അവർ തമ്മിലുള്ള ലൈഫിൽ പല സന്ദർഭങ്ങളും അവർ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കുകളൊക്കെയാണ് സിനിമയുടെ ഒരു ബേസിക് സ്വഭാവം. ഇല്ല, ഇതൊരു ട്രൂ ഇൻസിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് പേരുകൾ, എസ്പെഷ്യലി ഇപ്പോൾ കുഞ്ഞുട്ടി, അപ്പാനി രവി അല്ലെങ്കിൽ യുക്ലാംബരാജൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അവരൊക്കെ വേറെ മേഖലകളിൽ എന്താ പറയുക ജോലി ചെയ്യുകയും ജീവിക്കുകയും വേറെ ടൈപ്പ് ആളുകളാണ്. നമ്മൾ ആ പേരിനോടുള്ള കൗതുകം കൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം എടുത്തിരിക്കുന്നത്. അല്ലാതെ ട്രൂ ഇവൻസ് എന്ന് പറഞ്ഞാൽ നടന്നിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ അവിടെ നടന്നതാണ്, പക്ഷേ പല കാലഘട്ടങ്ങളിൽ നടന്നതാണ്. ഇതൊന്നും ഇവരുടെ ലൈഫിൽ നടന്നതല്ല, എന്നാലും കൂടുതലും ട്രൂ ഇവൻസ് തന്നെയാണ്. പക്ഷേ ഇതൊരു ടോട്ടൽ കഥ ഒരിക്കലും യഥാർത്ഥത്തിൽ നടന്നതല്ല. കട്ട ലോക്കൽ എന്നുള്ളത് ആബ്സല്യൂട്ട്ലി ഫ്രം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് കട്ട ലോക്കൽ എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു ഡൗട്ട് പ്രകടിപ്പിച്ചു. അതായത് കട്ട ലോക്കൽ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വേറെ ജോണറിലുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര വയലൻസ് ഉള്ള സിനിമയിലേക്ക് എന്നൊക്കെ കരുതിയിട്ട് പോകുന്നു. ഇപ്പോൾ ലിജോ പറഞ്ഞില്ല അത് ഹിറ്റായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ലിജോൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ സ്ലോലി അത് എല്ലാവരും കട്ട ലോക്കൽ എന്നുള്ളൊരു ഒരു ടാഗ് ലൈൻ ഏറ്റെടുത്തു. വളരെ സന്തോഷമുണ്ട്. ആ കട്ട ലോക്കൽ എന്ന് പറയുന്ന പദത്തിന് ഒരു നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണത്. സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ആമേൻ എന്ന് പറയുന്ന സിനിമയിലെ സിനിമ തുടങ്ങുമ്പോൾ ഉള്ളൊരു സീക്വൻസ് അത് ശരിക്കും അങ്കമാലിയിൽ ഒരു 1994 നടന്നതാണ്. അപ്പോൾ അത് ഞാൻ ലിജോവിനോട് പറയുകയും ലിജോ അത് മനോഹരമായിട്ട് സിനിമയിൽ ചിത്രീകരിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് 2013 അത് ബാക്കിയുള്ള ജനങ്ങൾ അറിയുന്നത്. ആക്ച്വലി 1994 നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനത് പറയുകയും ലിജോ അത് ചിത്രീകരിച്ചു, അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടു. എങ്കിൽ പിന്നെ അവിടെ നടന്ന ഇതേപോലത്തുള്ള രസകരമായിട്ടുള്ളതും സീരിയസ് ആയിട്ടുള്ള പല പല സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാമെന്ന് എനിക്ക് 2 വർഷം മുമ്പ് തോന്നി. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ ഇൻഡസ്ട്രിയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ടോട്ടൽ സ്ക്രിപ്റ്റ് അല്ല, ഞാനിതിൻ്റെ ഒരു 1 ലൈൻ പറഞ്ഞിട്ടുണ്ട് പലരോടും, ഇങ്ങനെ ഒരു ഫിലിം ചെയ്താൽ അങ്ങനെയായിരിക്കും. അപ്പോൾ പലരോടും ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളോട്. ഡയറക്ടേഴ്സ് ഉണ്ട്, ക്യാമറമാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ പറ്റിയിട്ട് അവരുടേതായത് ഞാനൊരു 1 ലൈൻ പോലെ പറഞ്ഞത്, 1 ലൈൻ പോലെയാണ് പറഞ്ഞത്, അല്ലാതെ ടോട്ടൽ സ്ക്രിപ്റ്റ് അവർ വായിച്ച് കേൾപ്പിക്കുകയോ നരേറ്റീവ് കഴിഞ്ഞ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും അതൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കൂടുതൽ ധൈര്യത്തോടുകൂടി മുന്നോട്ടിറങ്ങി എന്നുള്ളതാണ്. ലിജോൻ്റെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻസ് എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി എഴുതി വന്നപ്പോൾ ഒരു 2-3 സിനിമയ്ക്കുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതി വന്നിരുന്നു. അപ്പോൾ ലിജോ ഞാനും കൂടി ഇരുന്നിട്ടാണ് അത് ഞങ്ങൾ ട്രിം ചെയ്തത്. അപ്പോൾ ട്രിമ്മിങ്ങിലാണ് ബേസിക്കലി ലിജോ കൂടുതൽ, കാരണം അതൊരു എന്താ പറയുക ഒരു പ്രോപ്പർ സ്ക്രീൻ പ്ലേ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് സിനിമയ്ക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിലനിർത്തി കൊണ്ടുള്ളൊരു സ്ക്രിപ്റ്റിലേക്ക് വരാനായിട്ട് ഞാനും ലിജോ ആയിട്ടുള്ള പലതവണയുള്ള ഡിസ്കഷനിലൂടെയാണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ലൈക്ക് അതായിരുന്നു ലിജോൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് സ്ക്രിപ്റ്റിൽ. തീർച്ചയായിട്ടും അത് ലിജോനോട് ഞാൻ കുറേ കാലം മുമ്പ് സംസാരിക്കുമ്പോൾ ലിജോ എന്നോട് ഇപ്പോൾ നമുക്ക് പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാം ഇത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ശരിയാവില്ല, അത് നമ്മൾ ഒരുപാട് റിസ്കുകൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് ഞാൻ ലിജോനത് ഫസ്റ്റ് ടൈം വായിക്കാൻ കൊടുക്കുമ്പോൾ ഞാൻ ലിജോനോട് പറഞ്ഞു, ലിജോ നീ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഫ്രഷ് ഫേസുകൾ വെച്ച് മാത്രം ചെയ്താൽ മതി. ഇത് ഒരു ആർട്ടിസ്റ്റുകൾ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റിയൊരു സിനിമയല്ല, കാരണം അത്രയധികം നമുക്ക് ഡേറ്റ്സ് അല്ലെങ്കിൽ പല പല ഇഷ്യൂസ് വരും. അപ്പോൾ നമുക്കതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല നമുക്ക് എന്തുകൊണ്ട് ഒരു സിനിമ എപ്പോഴും ഒരു ഡയറക്ടോറിയലാണല്ലോ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പരീക്ഷിച്ച് കൂടാ എന്ന് വെച്ചപ്പോൾ ലിജോ
എന്താ പറയുക, ഞാൻ പറഞ്ഞതിനേക്കാൾ ഏറെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും വിജയ് ബാബുവിനെ പോലെ ഫ്രൈഡേ ഫിലിം ഹൗസ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം പ്രകടിച്ചപ്പോൾ ഞങ്ങൾ ഫുൾ എഫേർട്സിൽ എന്താ പറയുക നമ്മളതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഇത് ഇട്ടുകൊണ്ട് തന്നെ ഞങ്ങളത് ആ ഫിലിം എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഇത്തരം പുതുമുഖങ്ങൾ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ടൈമിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ളതിനാണ് അതിൻ്റെ ഒരു എന്താ പറയുക മെയിൻ ഒരു സൗകര്യം. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടയിൽ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇത് ചെയ്യുമ്പോൾ അവരുടെ ഡേറ്റ് അനുസരിച്ച് പ്ലാൻ ചെയ്യണം. അപ്പോൾ അത് ഇങ്ങനൊരു സിനിമയ്ക്ക് ഈ ജോണറിൽ എടുക്കുന്ന ഒരു സിനിമയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളും എല്ലാവരും അയ്യോ ആ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് തീരാറായി, അതിനു മുമ്പ് അദ്ദേഹത്തെ അത് ഫിനിഷ് ചെയ്ത് വിടണം. അപ്പം അങ്ങനെയുള്ളത് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ആ ഒരു ടോട്ടാലിറ്റീനെ മേക്കിങ്ങിനെയൊക്കെ ബാധിക്കും. പക്ഷെ അത് ഇതിൽ എന്താ പറയുക ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ അബ്സല്യൂട്ട്ലി ടെൻഷൻ ഫ്രീ ആയിരുന്നു. നമ്മുടെ ക്യാമറമാൻ ഗിരീഷ് ഗംഗാധരനും ലിജോസ് പെല്ലിശ്ശേരിക്കും തന്നെയാണ് എൻ്റെ ഫുൾ ക്രെഡിറ്റ്സും പോകുന്നത്. അത് ലിജോൻ്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ ഒരു സിംഗിൾ ഷോട്ടിൽ 11 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സിംഗിൾ ഷോട്ട് ക്ലൈമാക്സ് പൂർത്തിയാക്കുക എന്നുള്ളത് ലിജോൻ്റെ തന്നെ ഐഡിയ ആയിരുന്നു. അത് സ്ക്രിപ്റ്റിൽ ഒരിക്കലും അങ്ങനെ എഴുതിയിട്ടില്ല. സ്ക്രിപ്റ്റിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ആണെങ്കിലാണ് ഇത് അവസാനിക്കുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു അങ്കമാലിക്കാരൻ എന്ന നിലയിൽ എന്താ പറയുക, അങ്കമാലി ഡയറീസ് എന്നുള്ള സിനിമ ഇപ്പോൾ എനിക്കതറിയില്ല ആളുകളെ എത്രത്തോളം സ്വീകരിക്കുമെന്ന്, എങ്കിലും ഞാൻ ഹാപ്പിയാണ്. എനിക്കതിനകത്ത് അഭിമാനമുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതാണ്, എനിക്കിത് ചെയ്യാൻ കഴിയും. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇത് എന്താ പറയുക, ഞങ്ങൾ ആർക്കും വെല്ലുവിളികളെ ഉയർത്തിക്കൊണ്ടോ ഒരു കോമ്പറ്റീറ്റീവായിട്ടൊന്നും ചെയ്തൊരു ഫിലിമല്ല. ഞാനും എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ലിജോസ് പെല്ലിശ്ശേരിയും കൂടി ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താം, പുതുമുഖങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ നാടിൻ്റെ ഒരു കഥ പറയാം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് സെൻസേഷൻ എൻ്റർടൈൻമെൻറ്റ്.